ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോപ്പകുമാ ടി പി ആണ്. വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം മുതൽ എൻ്റെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരും, അല്ലെങ്കിൽ കമൻ്റായിട്ട് നമ്മൾ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരും, അല്ലെങ്കിൽ പേഴ്സണലി സംശയം ചോദിക്കുന്ന ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ബിസിനസ് ആശയത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് കണ്ടൻറ് ക്രിയേഷനിലൂടെ നമുക്ക് ബിസിനസ് ഉണ്ടാക്കുക, എങ്ങനെയാണ് കണ്ടൻറ് ക്രിയേഷനിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കുക, എങ്ങനെയാണ് കണ്ടൻറ് ക്രിയേഷനിലൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ ആക്ച്വലി കണ്ടൻറ് ക്രിയേഷൻ എന്തിന്, എങ്ങനെ, ആർക്കൊക്കെ, എങ്ങനെ, ഏത് രീതിയിലൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, വെൽക്കം ടു വീഡിയോ. ആക്ച്വലി ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ബിസിനസ് തുടങ്ങാം എന്നുള്ള രീതിയിൽ. സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലും ഈ പറഞ്ഞ ഫേസ്ബുക്ക് ചാനലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ട് ഞാൻ ആക്ച്വലി എങ്ങനെയാണ് നമുക്കൊരു ഐഡിയ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആ ഐഡിയയെ നമ്മളെങ്ങനെ നർച്ചർ ചെയ്യും, എങ്ങനെ സപ്ലൈസിനെ കണ്ടെത്തും, എങ്ങനെ നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ വെബ്സൈറ്റ് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാക്കും, എങ്ങനെ ആൾക്കാരുടെ അടുത്ത് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു 3 ഡേ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 13-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 13, 14, 15 തീയതികളിലാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 299 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് 3 ദിവസത്തേക്ക്. തീർച്ചയായിട്ടും 1 മണിക്കൂർ ദീർഘമുള്ള കോഴ്സുകളാണ്. അതിൻ്റെ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ടാവും. അപ്പോൾ ഇത് മിസ് ചെയ്യരുത്. കാരണം ഞാൻ ആക്ച്വലി കഴിഞ്ഞ 3 മാസത്തിന് ശേഷം ലോഞ്ച് ചെയ്യുന്ന ഒരു കോഴ്സാണ്. പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ 50 പേർക്ക് മാത്രം, ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നറിയാം, എന്നാലും ആദ്യത്തെ 50 പേർക്ക്, അതിൻ്റെ അത്ര കപ്പാസിറ്റി മാത്രമേ എനിക്കുള്ളൂ, ആദ്യത്തെ 50 പേർക്ക് മാത്രമേ നമ്മൾ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് കണ്ടൻറ് ക്രിയേഷൻ എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടൻറ് ക്രിയേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 1% റൂള് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ലോകത്ത് കൺസ്യൂം ചെയ്യുന്ന കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നത് 1% ഓഫ് ആൾക്കാരാണ്. ബാക്കിയുള്ള പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ എന്താ ചെയ്യുന്നത്, അത് കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നു, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടൻറ്റുകൾ, പല രീതിയിലുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നു. സാധാരണ നോർമലായിട്ടുള്ള യൂസേഴ്സ് എന്ത് ചെയ്യുന്നു, ആ ഇൻഫർമേഷനെ കൺസ്യൂം ചെയ്യുന്നു. ഇനി എന്തൊക്കെ പ്ലാറ്റ്ഫോമുകളിലാണ് ഈ കണ്ടൻറ്റുകൾ കാണുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ മെയിനായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് കണ്ടൻറ്റുകൾ കൺസ്യൂം ചെയ്യുന്നത്. പത്രം ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു കണ്ടൻറ് മീഡിയ പ്ലാറ്റ്ഫോമാണ്. പലതരത്തിലുള്ള കണ്ടൻറ് മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള 3 പ്ലാറ്റ്ഫോമുകളാണ്. ഒന്ന് യൂട്യൂബ്, രണ്ടാമത്തത് ഫേസ്ബുക്ക്, മൂന്നാമത്തത് ഇൻസ്റ്റാഗ്രാം. ഈ 3ലും എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ ആക്ച്വലി ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്ച്വലി നമ്മുടെ എക്സ്പെർട്ടീസ് ആയിട്ട് നമുക്ക് എഴുതാനോ അല്ലെങ്കിൽ പറയാനോ പറ്റില്ല. കാരണം നമ്മൾ ഒരു ചെറിയൊരു സെഗ്മെൻറ്റിലായിരിക്കും കൂടുതൽ എക്സ്പേർട്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഏത് ഇതിലാണോ എക്സ്പേർട്ടായിട്ടുള്ളത് ആ ടൈപ്പിലുള്ള കണ്ടൻറ്റുകൾ വേണം തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതാണ് നമ്പർ 1 സ്ട്രാറ്റജി. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് ഞാൻ പറയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പേർട്ട് അല്ലാത്ത മേഖലയിലാണ് ആക്ച്വലി നിങ്ങൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും 1-2 കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യും, പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുള്ള മേഖലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടൻറ്റുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഓൺ വോയിസിൽ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പറയാൻ പറ്റും. എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു സയൻറ്റിഫിക്കായിട്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് അതിനുള്ള അഭിരുചിയുണ്ട്. നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊരു നല്ല പാചകക്കാരനാണ്, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പാചകം വളരെ ഇഷ്ടമാണ്, നിങ്ങൾ പാഷനേറ്റാണ്, എല്ലാ ദിവസങ്ങളിലും പുതിയ പുതിയ ഡിഷുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ 2-3 ദിവസങ്ങളിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. മറിച്ച് നിങ്ങൾക്ക് പാചകത്തെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, പാചകം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ആ കണ്ടൻറ്റ് ചൂസ് ചെയ്യുക. എന്താ കുഴപ്പം? 1 ദിവസം, 2 ദിവസം, 3 ദിവസം നിങ്ങൾ കണ്ടൻറ്റ് ചെയ്യും, അതിനുശേഷം യു വിൽ ഡ്രോപ്പ്.
നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ വളരെയധികം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രാവൽ സെഗ്മെൻറ്റ് ചൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 1-2 ദിവസം നിങ്ങൾ ട്രാവൽ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അയ്യോ ഭയങ്കര എക്സ്പെൻസ് ആണ്, നമ്മളെ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് കോമ്പൻസേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയയിൽ, നിങ്ങൾ വളരെയധികം എക്സ്പെർട്ടീസ് എന്ന് തോന്നുന്ന ഏരിയയിൽ, നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ട് എന്ന് തോന്നുന്ന ഏരിയയിൽ, നിങ്ങൾക്ക് ആക്ച്വലി മറ്റാൾക്കാരെ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ഏരിയയിൽ, നിങ്ങൾക്കൊരു വാല്യൂ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഏരിയയിൽ ആണ് നിങ്ങൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്പർ 1. നിങ്ങൾ എങ്ങനെയാണ് ഈ കണ്ടൻറ് ക്രിയേഷനിലേക്ക് കിടക്കേണ്ടത്. അപ്പം ചില ആൾക്കാർ എന്ത് ചെയ്യും, പാചകം എടുക്കും, ചില ആൾക്കാർ ബിസിനസ് എടുക്കാം, ചില ആൾക്കാർ റിപ്പയറിങ് എടുക്കാം, ചില ആൾക്കാർ ട്രാവലിംഗ് എടുക്കാം. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ആൾത്തിലും ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. എല്ലാ കണ്ടന്റിലും ഓഡിയൻസ് ഉണ്ട്. ഈ ഒരു കണ്ടന്റിൻ്റെ ഈ ഒരു സെഗ്മെന്റിന് നമ്മൾ നീഷ് എന്നാണ് പറയുക. ആക്ച്വലി വളരെ എത്രത്തോളം മൈക്രോ ആയിട്ട് നമ്മൾ നീഷ് സെലക്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആക്ച്വലി വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ സെഗ്മെന്റിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും വളരെ ജനറിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുക്കരുത്. രണ്ടാമത്തെ കേസ്, നിങ്ങൾ എല്ലാം കൂടി വാല്യുവേഴ്സ് ചെയ്യരുത്. അതായത് ഇപ്പം ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു കണ്ടന്റാണ് വ്യക്തി തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോവുക. അപ്പോൾ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടുള്ളൂ. മറിച്ച് അത് ഒരു ദിവസം അത് കിട്ടും, അടുത്ത ദിവസം ട്രാവലിംഗ് ചെയ്തു, നെക്സ്റ്റ് ഡേ പാചകം ചെയ്തു, അതിനുശേഷം പ്രിപ്പയറിങ് ചെയ്തു. അപ്പം ആക്ച്വലി നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഈ കണ്ടന്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോമുകൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇദ്ദേഹത്തിൻ്റെ യുണീക്കായിട്ടുള്ള വാല്യൂ എന്താണ്, ഇദ്ദേഹം എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളൊരു സെലിബ്രിറ്റി ആണ്, നിങ്ങൾ അത്രയും നോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കാണും. അല്ലാത്ത കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മേഖലയിലേക്ക് എക്സ്പെർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ സെർച്ച് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ വളരെ എക്സ്പെർട്ടായിട്ടുള്ള, നിങ്ങൾക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഇനി ഈ സെഗ്മെൻറ്റിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ കേസ്, ഈ സെഗ്മെൻറ്റിൽ എത്രത്തോളം സെർച്ചുകൾ ഉണ്ട് എന്ന് നോക്കുക. എത്രത്തോളം സെർച്ചുകൾ ഉണ്ട് എന്ന് നോക്കുക വെച്ചാൽ എത്രത്തോളം ഒരു മാസം ഇത്തരത്തിലുള്ള കീവേഡുകൾ, ഇപ്പം നിങ്ങൾ ഫുഡാണ് ചെയ്യുന്നതെങ്കിൽ ആ ഫുഡിൽ എത്രത്തോളം സെർച്ച് നടക്കുന്നുണ്ട്, ഗൂഗിളിൽ എത്ര സെർച്ച് നടക്കുന്നുണ്ട്, യൂട്യൂബിൽ എത്ര സെർച്ച് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യണം. ഇതാണ് നമ്മൾ ബിസിനസ്സിൽ മാർക്കറ്റ് സ്റ്റഡി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസുകൾ അവൈലബിൾ ആണ്. ഗൂഗിൾസ് ട്രെൻഡ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ട്യൂബ് ബഡി എന്നുള്ളൊരു ആപ്പ് അവൈലബിൾ ആണ്. വിഡൈക്യൂ എന്നുള്ളൊരു എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ്. ഇതിലൊക്കെ നോക്കിയിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു ആഴ്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത് നടക്കുന്ന കീവേഡ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ആ കീവേഡ്സിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ വീഡിയോസൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നമ്മൾക്കൊരു കണ്ടന്റ് കിട്ടി, നമ്മൾ തോന്നിയ പോലെ ചെയ്ത് കഴിഞ്ഞിട്ട് കൈയും കിട്ടിയിട്ട് ആൾക്കാരെ കണ്ടോളൂ എന്ന് പറയുന്ന സമയത്ത് കാണാൻ ആൾക്കാർ വേണ്ടേ? കാണാൻ ആൾക്കാർ വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവർ സെർച്ച് ചെയ്യുന്ന കീവേഡുകളുടെ ആ ടൈപ്പിലുള്ള ടോപ്പിക്കുകൾ, അവർ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, നമ്മുടെ ഇൻട്രസ്റ്റും ആ കീവേഡ്സും കമ്പൈൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കണം നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇനിഷ്യലി കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണം? നമ്മളുടെ ഇപ്പം എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു പാചകത്തിൻ്റെ ഒരു വീഡിയോ ആണ്. ഓക്കെ, മാമ്പഴ പുളിശ്ശേരി എന്നുള്ളത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാമ്പഴ പുളിശ്ശേരി എന്നുള്ളത് ഡയറക്റ്റായിട്ട് ഗൂഗിൾ ട്രെൻഡ്സിൽ സെർച്ച് ചെയ്തു അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി എത്രമാത്രം സെർച്ചുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാനൊരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ഉണ്ടാക്കി. ഇനി ഒരു വ്യക്തി മാമ്പഴ പുളിശ്ശേരി ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ അതേ വീഡിയോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ? മറിച്ച് മാമ്പഴ പുളിശ്ശേരിന് പകരം ഞാൻ മാങ്ങാ പച്ചടി എന്നാണ് എഴുതുന്നതെങ്കിൽ എന്താ കുഴപ്പം? ചിലപ്പോൾ മാങ്ങാ പച്ചടി ചിലപ്പോൾ ആർക്കും സെർച്ച് ചെയ്യുന്നുണ്ടാവില്ല. സെയിം പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും, പക്ഷെ നമ്മൾ എഴുതിയത് മാങ്ങാ പച്ചടി എന്നാണ്, പക്ഷെ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് മാമ്പഴ പുളിശ്ശേരി എന്നാണെങ്കിൽ എന്താ കുഴപ്പം? അവിടെ നമ്മുടെ വീഡിയോ കാണില്ല ആരും. അപ്പം കസ്റ്റമർ വീഡിയോനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് സെർച്ച് വഴിയാണ്. അപ്പോൾ ആ സെർച്ചിൻ്റെ കീവേഡ്സ് നമ്മുടെ വീഡിയോൻ്റെ കീവേഡ്സ് നമ്മുടെ ടൈറ്റിലായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനായിട്ടൊക്കെ മാച്ച് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾക്ക് പെട്ടെന്ന് സെർച്ച് റിസൾട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി നമ്മൾ കണ്ടൻറ്റിനെ നമ്മൾ ലേ ഔട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പം യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടണമെന്ന് വെച്ചാൽ ഒരു സെഗ്മെൻറ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യത്തെ കേസിലൊക്കെ വളരെ ടഫാണ്. ആദ്യത്തെ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ടഫായിട്ടുള്ളൊരു ജോബാണ്. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി
നിങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അതേപോലുള്ള ആൾക്കാർക്ക് അത് സ്പ്രെഡ് ചെയ്യും. അപ്പം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ സബ്സ്ക്രൈബറിൽ അതേപോലത്തെ ആൾക്കാർ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കാണാൻ തുടങ്ങും. ഇങ്ങനെയാണ് നമ്മുടെ ചാനൽ ഗ്രോ ആവുന്നത്. ഇനി നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ വരുമാനം കിട്ടുന്നതെന്ന് പറയാം. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മെയിനായിട്ട് യൂട്യൂബ് ആഡ് റവന്യൂ ആണ്. യൂട്യൂബ് ആഡ് റവന്യൂ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സ്. നിങ്ങൾ 4000 നിങ്ങൾ തുടങ്ങി അന്ന് തൊട്ടിട്ട് ആ ഡേറ്റ് വരെ നോക്കുകയാണെങ്കിൽ 4000 മണിക്കൂർ വാച്ച് അവേഴ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിന് എലിജിബിളായി. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിൽ ആഡ് വരാൻ തുടങ്ങും. ആഡ് വന്നാൽ എന്താ ഗുണം? ഈ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ആഡുകൾക്കൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി യൂട്യൂബ് എന്ത് ചെയ്യും, ഒരു എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്യും. ഇത് ഓരോ രാജ്യത്തിനും ഓരോ ആഡിനും ഇതിൻ്റെ എമൗണ്ട് ഡിഫറെൻ്റ് ആണ്. ഓരോ എമൗണ്ടും ഡിഫറെൻ്റ് ആണ്. ചിലതിന് ആക്ച്വലി ലൈക്ക് ഇപ്പോൾ 50 രൂപയാണെങ്കിൽ ചിലതിന് 40 രൂപയായിരിക്കും, ചിലതിന് 70 രൂപയായിരിക്കും. അപ്പം എന്ത് ചെയ്യണം, ഈ ഒരു സംഭവം നിങ്ങൾ വളരെ കൃത്യമായിട്ട്, നിങ്ങൾ ഏത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മലയാളം ടൈപ്പ് ആഡായിരിക്കും വരിക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ആഡായിരിക്കും വരിക. പുറം രാജ്യങ്ങളിൽ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പം വളരെ വേറൊരു ടൈപ്പ് ആഡായിരിക്കും അവർക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ ആഡിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വാരി ചെയ്യും. അപ്പോൾ ഓവറോൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ആവറേജ് എന്ത് ചെയ്യും, ഒരു മാസം ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുക. അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ആഡ്സെൻസ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഇതിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എമൗണ്ടുകൾ വരിക. അപ്പോൾ ഈ ഒരു എലിജിബിലിറ്റി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഒരു റവന്യൂ ആയിട്ട് മാറും. രണ്ടാമത്തെ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. അതിനാണ് പെയ്ഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യും, ആ കൊളാബറേഷൻ വഴി ഒരു എമൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ നിന്നും 2 തരത്തിൽ വരുമാനം ഉണ്ടാക്കുക. ഇനി നമുക്ക് ഫേസ്ബുക്കിലൂടെ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ നോക്കാം. ഫേസ്ബുക്കും ഇതേപോലെ തന്നെ കണ്ടന്റുകൾ ഒരുപാട് ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റ്സിൽ ആൾക്കാർ ഉള്ള ഒരു ഇതാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഫേസ്ബുക്കിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പേജിലാണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുക. നിങ്ങളൊരു സിംഗിൾ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ഒരിക്കലും വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ഇനി ഈ പേജിൽ തന്നെ നിങ്ങൾ പലതരത്തിലുള്ള കണ്ടന്റുകൾ എഴുതുമല്ലോ. അപ്പോൾ ഈ പേജിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈക്ക് 10,000 ഫോളോവേഴ്സ് വേണം. അതിനുശേഷം ഒരു 15,000 എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ 1,80,000 മിനിറ്റ്സ് കഴിഞ്ഞ 60 ദിവസത്തിനുള്ളിൽ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 30,000 1 മിനിറ്റ് വീഡിയോ വ്യൂസ് ഉണ്ട്, ഒരു 3 മിനിറ്റ് വീഡിയോ ദൈർഘ്യമുള്ള വീഡിയോത്തിൽ 30,000 1 മിനിറ്റ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് മോണിറ്റൈസേഷന് എലിജിബിൾ ആവും. എലിജിബിൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോസ്, ഇനി ഇടുന്ന വീഡിയോസിലൊക്കെ ആഡ് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു ആഡ് റവന്യൂ ആണ്. ഈ ആഡ് റവന്യൂ കൂടാതെ ഇത്തരത്തിലുള്ള സ്പോൺസേഴ്സ് ആയിട്ടുള്ള ആഡ്, ഈ പറഞ്ഞ എൻഡോഴ്സ്മെൻറ്റുകളും അല്ലെങ്കിൽ ബ്രാൻഡ് ക്യാമ്പയിൻസും നിങ്ങൾക്ക് നടത്തുന്ന വഴി ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഫേസ്ബുക്ക് വഴിയും വരുമാനം ഉണ്ടാക്കുക. ഇനി നമുക്ക് ആക്ച്വലി ഇൻസ്റ്റാഗ്രാം വഴി എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക. ഇൻസ്റ്റാഗ്രാമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, വളരെ ഷോർട്ട് വീഡിയോസ് വളരെ പെട്ടെന്ന് ബൂമായിട്ട് ഹിറ്റാവുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഒരുപാട് ആൾക്കാർ, എസ്പെഷ്യലി ഒരുപാട് ചെറിയ ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്കറിയാം, ഇൻസ്റ്റാഗ്രാം ഒരു എമൗണ്ട് നമുക്ക് ആസ് എ പേഴ്സൺ തരില്ല. പക്ഷേ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് ആക്ച്വലി ബ്രാൻഡ് കൊളാബറേഷൻ വഴിയാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുക. പല ബ്രാൻഡുകൾ, ഇപ്പോൾ നിങ്ങൾ ക്ലോത്തിങ് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ക്ലോത്തിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്രാൻഡുകൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ ബ്രാൻഡ് ഒന്ന് പ്രൊമോട്ട് ചെയ്യൂ. ഡെഫിനറ്റ്ലി യു വിൽ പേ. അവർ അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, എ എന്നുള്ളൊരു ബ്രാൻഡ് കൊളാബറേറ്റഡ് വിത്ത് ബി എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല. ഈ സംഭവമാണ് ആക്ച്വലി ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൂടെ ആൾക്കാർ എമൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഈ എമൗണ്ട് ആക്ച്വലി നിങ്ങളുടെ വാല്യൂവിനെ ഡിസൈഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളാണ് ആക്ച്വലി അത് ഡിസൈഡ് ചെയ്യുന്നത്. ദർ ഈസ് നോ ഫിക്സഡ് എമൗണ്ട്. അതായത് ഫിക്സഡ് എമൗണ്ട് ഇല്ല. നിങ്ങൾക്കിടെ കിട്ടുന്ന റീച്ച്, നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ ക്വാളിറ്റീനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് നിങ്ങൾ എമൗണ്ട് പറയുന്ന എമൗണ്ട്. അപ്പം വേറൊരു 2 തരത്തിലുള്ള ഇതാണ് ചെയ്യുക. ഒന്ന് ഡയറക്റ്റായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാറുണ്ട്. എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വീഡിയോ? അതായത് ഒരു കണ്ടന്റ് പറഞ്ഞു പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് 1 മിനിറ്റ് അതൊക്കെ എന്ത് ചെയ്യും, ഈ ബ്രാൻഡിന് വേണ്ടിയുള്ള സമയം സ്പെൻഡ് ചെയ്യും. ഇതിനാണ് ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് 2 തരത്തിലും എന്ത് ചെയ്യാം, കണ്ടന്റുകൾ ഉണ്ടാക്കുകയും ആ ബ്രാൻഡുകൾക്ക് അവർക്ക് വേണ്ട വാല്യൂ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രാൻഡ് വിൽ പേ ചെയ്യും.
ഇനി ഇതൊക്കെ ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. കാരണം അവരാണ് അതിൻ്റെ സോൾ അതോറിറ്റി. നിങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, നിങ്ങളെങ്ങനെ നിങ്ങളുടെ ആൾക്കാരിലേക്ക് ഈ ആശയങ്ങൾ എത്തിക്കുന്ന രീതിയിലിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അൾട്ടിമേറ്റ്ലി ഫോളോവേഴ്സ് തന്നെയാണ് ആക്ച്വലി ഒരു ചാനലിൻ്റെ വിജയം. അപ്പോൾ അവരെ എങ്ങനെ നർച്ചർ ചെയ്യുന്നു, എങ്ങനെയാണ് നിങ്ങൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് മറ്റ് കണ്ടന്റുകളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യുണീക്കായിട്ടുള്ളൊരു വാല്യൂ നിങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അൾട്ടിമേറ്റ്ലി കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് വളരെ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള സക്സസ് ആണ്. ഇത് കഴിഞ്ഞാൽ വേറൊരു സെഗ്മെൻറ്റും കൂടി ഉള്ളത് ബ്ലോഗിംഗ് ആണ്. ബ്ലോഗിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളോഗിംഗ് എന്ന് വെച്ചാൽ വീഡിയോ ആണെങ്കിൽ ബ്ലോഗിംഗ് വെച്ചാൽ എഴുത്താണ്. നല്ലതായിട്ട് എഴുതുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോഗിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ ഓൺ വ്യൂസ് കാര്യങ്ങളൊക്കെ ആൾക്കാർ എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ തവണ ആ പേജിലേക്ക് വരുന്ന സമയത്തും അവർക്കും ആഡ്സുകൾ ഗൂഗിൾ കാണിച്ചു കൊടുക്കും. ആഡ്സുകൾ ഗൂഗിൾ കാണിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതുവഴി റവന്യൂ കിട്ടും. അങ്ങനെ ബ്ലോഗിങ്ങിലും റവന്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ആക്ച്വലി ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. വെബ്സൈറ്റിനകത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 10-15 പോസ്റ്റുകൾ നന്നായിട്ട് ഇടണം. അതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ വഴി സെർച്ച് വഴി ആൾക്കാർ കയറി നല്ല എൻഗേജ്മെൻറ്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഗൂഗിളാണ് നിങ്ങൾക്ക് ആഡ്സൻസ് അപ്രൂവൽ തരിക. അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആൾക്കാർ വ്യൂസിലൊക്കെ മനോരമ പത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈനായിട്ടുള്ള ബ്ലോഗുകളൊക്കെ വായിക്കുന്ന സമയത്ത് ഫുൾ സൈഡിലും ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആഡ് വരുന്ന കാണുന്നില്ല. ഇതിൻ്റെയൊക്കെ റവന്യൂ എന്ത് ചെയ്യുന്നു, ആ കമ്പനിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, എസ്പെഷ്യലി വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഹോട്ടായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി എഴുതി നിങ്ങൾക്ക് ആൾക്കാരെ ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗിങ്ങും ട്രൈ ചെയ്യാവുന്നതാണ്. ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ് പ്രസ് ആണ്. വേർഡ് പ്രസ്സിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ 3000 rupees താഴെ ചിലവ് വരുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് മീ. അപ്പോൾ എന്ത് ചെയ്തു, ഇതുവഴി നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. നിങ്ങൾ ഏത് കണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിലും, എസ്പെഷ്യലി ഫേസ്ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും, ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നുണ്ടെങ്കിലും, യൂട്യൂബ് ചെയ്യുന്നുണ്ടെങ്കിലും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പഠിക്കാതെയാണ് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി വ്യൂസ് വളരെ കുറവായിരിക്കും. കാരണം സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടന്റ് ക്രിയേഷനിലേക്ക് പോവുക. ഓക്കെ, അപ്പം ഇത് ആണ് എനിക്ക് നിങ്ങൾ കണ്ടന്റ് ക്രിയേഷനിൽ പറയാനുള്ളത്. ഇപ്പം അൺലിമിറ്റഡ് ആണ് നിങ്ങളുടെ ഈ 2023 എന്നൊക്കെ പറയുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരു ഗോൾഡൻ ഇറ എന്ന് പറയുന്ന സെഗ്മെൻറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലൊരു ഫോണും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു ട്രൈപോഡ് ആവശ്യമുണ്ടെങ്കിൽ ഒരു ട്രൈപോഡും കൂടെ മതി. യു ക്യാൻ ക്രിയേറ്റ് മിറാക്കിൾസ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.